യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഭരണകർത്താക്കളായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ ജനതയോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻ്റലിജൻസിൻ്റെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടായി, കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടായി, കൃത്യമായിട്ടുള്ള അറിവുണ്ടായി. അത് ആഭ്യന്തര വകുപ്പിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഭീകരവാദികളുടെ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്തില്ല? അതായത് ഈ പഹൽഗാമിലെ ഈ പറയുന്ന ബൈസരൻ വാലി എന്ന് പറയുന്ന സ്ഥലത്തെ ടൂറിസം കേന്ദ്രം തുറന്നു കൊടുത്ത അവിടുത്തെ സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ആ ടൂറിസം കേന്ദ്രം തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ സൈന്യത്തിനെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു ചുമതലയുണ്ട്. അത് ഇവിടുത്തെ പ്രാദേശിക സർക്കാർ ചെയ്തിട്ടില്ല. അതാണ് ഒന്നാമത്തെ പാളിച്ച. രണ്ടാമത്തെ പാളിച്ച എന്ന് പറയുന്നത് ഈ മേഖല ഇതിനകത്ത് ഇവർ മുൻപേ നുഴഞ്ഞു കയറി ഇരിക്കുന്നു എന്നുള്ള വിവരം അവിടുത്തെ സംസ്ഥാന പോലീസിനോ അവിടുത്തെ സേനകൾക്കോ കിട്ടിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ലഭിച്ച റിപ്പോർട്ട് അല്ല, തിരിച്ച് ആഭ്യന്തര വകുപ്പിന് കിട്ടിയിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് അവിടെ തീവ്രവാദ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ കാശ്മീരിലെ തീവ്രവാദികളാണോ പാകിസ്ഥാനിലെ തീവ്രവാദികളാണോ ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ കൃത്യമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിന്റെ മുഖമില്ല, സർക്കാരിന് ആ മുഖം പറയാൻ പറ്റുന്നില്ല. ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു, അത് ലഷ്കർ-ഇ തോയിബയും റെസിസ്റ്റൻസ് ഫ്രണ്ടും ഏറ്റെടുത്തിരിക്കുന്നു. അവർ അതിന്റെ ഉത്തരവാദിത്വം ഭീകരവാദികളെ ഭരണകൂടം കൈകാര്യം ചെയ്തോട്ടെ, പക്ഷെ അത് യുദ്ധത്തിലേക്ക് പോയത് കൊണ്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞ സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല, പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചിട്ടില്ല. അവരുടെ ലോഞ്ച് പാഡുകളാണ് തകർത്തത്, ഭീകരരെയാണ് ആക്രമിച്ചത്. പിന്നെ അതോടൊപ്പം നമുക്ക് നേരെ നമ്മുടെ 15 നഗരങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ നമ്മൾ അവരുടെ വ്യോമ കേന്ദ്രങ്ങളോ സൈനിക കേന്ദ്രങ്ങളോ ആക്രമിച്ചു. അവിടെ വലിയ പരിക്കുണ്ടായിട്ടില്ല. അവരുടെ ഈ പറയുന്ന സംവിധാനങ്ങളെ തകർത്തു, റഡാർ സിസ്റ്റത്തിനെയൊക്കെ തകർത്തു, അവരുടെ ആണവ കേന്ദ്രങ്ങളെ തകർത്തു. അതിനപ്പുറത്തേക്ക് ആ രാജ്യത്തിലെ ജനങ്ങളെ നമ്മൾ തൊട്ടിട്ടില്ല. ഇന്ത്യ ഏറ്റവും വലിയ കാര്യത്തിൽ ഞാൻ പറയട്ടെ, അത് ഇന്ത്യ സർക്കാർ പറയുന്ന ഒരു വെർഷനാണ്. അവിടെ മരിച്ചത് ഭീകരവാദികളാണോ അവിടെ മരിച്ചത് സാധാരണക്കാരാണോ എന്ന് പറയുന്നത് ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ശരി, നോക്കാം എന്തായാലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.